നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് PSC മുൻ വർഷങ്ങൾ നടത്തിയ ചോദ്യങ്ങളും അവയുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്ട്സുമാണ്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് ആര്? ഓപ്ഷൻ ഡി ആണ് EV രാമസ്വാമി നായ്ക്കർ. ഇനി ഇവയുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്ട്സും കൂടി നോക്കാം. ആദ്യത്തേത് ആര്യസമാജം. ആര്യസമാജം സ്ഥാപിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റിനകത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആശയങ്ങൾ വിഗ്രഹാരാധന, ശൈശവ വിവാഹം എന്നിവയെ എതിർത്തു. അടുത്തത് രാമകൃഷ്ണ മിഷൻ. സ്വാമി വിവേകാനന്ദൻ ജാതി വ്യവസ്ഥ, അനാചാരങ്ങൾ എന്നിവയെ എതിർത്തു. സ്വാതന്ത്ര്യം, സമത്വം, സ്വതന്ത്ര ചിന്ത എന്നിവയെ പ്രോത്സാഹിപ്പിച്ചു. അടുത്തത് അലിഗഡ് പ്രസ്ഥാനം. സർ സയ്യിദ് അഹമ്മദ് ഖാൻ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരമായ പുരോഗതിക്കായി വാദിച്ചു. അടുത്തത് പ്രാർത്ഥനാ സമാജം. ആൽമറ പാണ്ഡുരംഗ്. മിശ്ര ഭോജനം, മിശ്ര വിവാഹം, വിധവ പുനർവിവാഹം, സ്ത്രീകളുടെയും പിന്നോക്ക ജനവിഭാഗങ്ങളുടെയും പുരോഗതി എന്നിവയ്ക്കായി നിലകൊണ്ടു. തിയോസഫിക്കൽ സൊസൈറ്റി. ആനി ബസന്റ് ഹിന്ദു മതത്തിൻ്റെ പുനരുദ്ധാനത്തിനായി നിലകൊണ്ടു. ഹിതകാരിണി സമാജം. വീരേശലിംഗം വിധവ പുനർവിവാഹത്തിനും സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനും പ്രചാരണം നടത്തി. ഒന്നുകൂടെ നോക്കാം. ആര്യസമാജം സ്വാമി ദയാനന്ദ സരസ്വതി. രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ. അലിഗഡ് പ്രസ്ഥാനം സർ സയ്യിദ് അഹമ്മദ് ഖാൻ. പ്രാർത്ഥനാ സമാജം ആൽമാറാം പാണ്ഡുരംഗ്. തിയോസഫിക്കൽ സൊസൈറ്റി ആനി ബസന്റ്. ഹിതകാരിണി സമാജം വീരേശലിംഗം. സത്യശോധക് സമാജം. ജ്യോതിബ ഫുലെ ദുരാചാരങ്ങളെയും പുരോഹിത മേധാവിത്വത്തെയും എതിർത്തു. പിന്നോക്ക വിഭാഗങ്ങൾക്കായി വിദ്യാലയങ്ങൾ ആരംഭിച്ചു. സ്വാഭിമാന പ്രസ്ഥാനം. ഇതാണിപ്പോൾ നമ്മൾ ചോദിച്ച ചോദ്യം. EV രാമസ്വാമി നായ്ക്കർ ബ്രാഹ്മണ മേധാവിത്വത്തെയും ജാതി വ്യവസ്ഥയും എതിർത്തു. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. അതെല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ശ്രീനാരായണ ഗുരു ജാതി വ്യവസ്ഥകളെയും ദുരാചാരങ്ങളെയും എതിർത്തു. പിന്നോക്ക ജനവിഭാഗങ്ങളുടെ സാമൂഹിക വിദ്യാഭ്യാസപരമായ പുരോഗതിക്കായി നിലകൊണ്ടു. ഒന്നുകൂടെ നോക്കാം. സത്യശോധക് സമാജം ജ്യോതിബ ഫുലെ. സ്വാഭിമാന പ്രസ്ഥാനം EV രാമസ്വാമി നായ്ക്കർ. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ശ്രീനാരായണ ഗുരു. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആര്? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. പിംഗലി വെങ്കയ്യ. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പിംഗലി വെങ്കയ്യാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഫാക്ട്സും കൂടി നോക്കാം. പതാകകളെക്കുറിച്ചുള്ള പഠനമാണ് വെക്സിലോളജി. പതാകകളെക്കുറിച്ചുള്ള പഠനമാണ് വെക്സിലോളജി. ഇന്ത്യൻ പതാകയുടെ ശില്പി എന്നറിയപ്പെടുന്നത് പിംഗലി വെങ്കയ്യാണ്. പിന്നെ ഇന്ത്യൻ പതാകയിൽ 3 നിറങ്ങളാണുള്ളത്: കുങ്കുമം, വെള്ള, പച്ച. ഇനി ഓരോ നിറങ്ങളും എന്തിനാണ് സൂചിപ്പിക്കുന്നത് കൂടെ നോക്കാം. കുങ്കുമ നിറം ധീരത, ത്യാഗം എന്നിവയാണ്. വെള്ള നിറം സമാധാനം, സത്യസന്ധത. പച്ച നിറം സമൃദ്ധി, ഫലഭൂഷ്ഠിത എന്നിവയാണ് സൂചിപ്പിക്കുന്നത്. ഇനി ഇന്ത്യൻ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം 3:2 ആണ്. നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം 3:2 ആണ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ചത് 1947 ജൂലൈ 22 ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 1947 ജൂലൈ 22 ദേശീയ പതാകയെ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത്. ദേശീയ പതാകയിലെ അശോക ചക്രം കടമെടുത്തത് അശോക സ്തംഭത്തിൽ നിന്നാണ്. അശോക ചക്രത്തിലെ ആകെ ആരക്കാലുകളുടെ എണ്ണം 24 ആണ്. ഇന്ത്യൻ ദേശീയ പതാകയുടെ ആകൃതിയാണ് ദീർഘചതുരാകൃതിയാണ്. ദേശീയ പതാക ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന തുണിയാണ് കൈത്തറി അല്ലെങ്കിൽ ഖാദിയാണ്. ഒരു പോയിന്റ് കൂടെ നോക്കാം. 1931 മുതൽ 1947 വരെ ത്രിവർണ്ണ പതാകയുടെ മധ്യത്തിൽ അശോക സ്തംഭത്തിന് പകരം ചർക്കയായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അടുത്ത പോയിന്റ് കൂടെ നോക്കാം. ഇന്ത്യൻ ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത് 2002 ജനുവരി 26 ഇന്ത്യൻ ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത് 2002 ജനുവരി 26 ഇന്ത്യയിലെ ദേശീയ പതാക നിർമ്മിക്കുന്നത് കർണാടക ഖാദി ഗ്രാമോദ്യോഗ സംയുക്ത സംഘമാണ്. ഇത് കർണാടകയിലെ ഹൂഗ്ലിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ക്യൂണി കൾച്ചർ താഴെ തന്നിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി ആണ് മുയൽ വളർത്തൽ. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഫാക്ട്സും കൂടി നോക്കാം. എപ്പി കൾച്ചർ തേനീച്ച വളർത്തലുമായി ബന്ധപ്പെട്ടതാണ്. വെർമി കൾച്ചർ മണ്ണിരകളെക്കുറിച്ചുള്ളതാണ്. ഫ്ലോറി കൾച്ചർ പൂക്കളുമായി ബന്ധപ്പെട്ടതാണ്. പിസി കൾച്ചർ മത്സ്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. സെറി കൾച്ചർ പട്ടുനൂൽ കൃഷിയുമായി ബന്ധപ്പെട്ടതാണ്. മോറി കൾച്ചർ മൾബറിയുമായി ബന്ധപ്പെട്ടതാണ്. ഹൈഡ്രോപോണിക്സ് കൃഷി
മണ്ണ് വേണ്ടാത്ത ഒരു പ്രധാന ഹൈടെക് കൃഷിരീതിയാണ്, അതായത് ജലമാണ് ഇതിന് പ്രധാനമായി മണ്ണിന് പകരമായിട്ട് ഉപയോഗിക്കുന്നത്. അടുത്തത് എയ്റോപോണിക്സ് കൃഷി. ഇത് മണ്ണ് വേണ്ടാത്ത ഒരു പ്രധാന ഹൈടെക് കൃഷിരീതിയാണ്, മണ്ണിന് പകരമായിട്ട് വായുവാണ് ഉപയോഗിക്കുന്നത്. ഒന്നുകൂടെ നോക്കാം. എപ്പി കൾച്ചർ തേനീച്ച വളർത്തൽ, വെർമി കൾച്ചർ മണ്ണിര, ഫ്ലോറി കൾച്ചർ പൂക്കളുമായി ബന്ധപ്പെട്ടത്, പിസി കൾച്ചർ മത്സ്യങ്ങൾ, സെറി കൾച്ചർ പട്ടുനൂൽ കൃഷി, മോറി കൾച്ചർ മൾബറി. ഹൈഡ്രോപോണിക്സ് കൃഷി മീൻസ് മണ്ണ് വേണ്ടാത്ത ഒരു പ്രധാന കൃഷിരീതിയാണ്, ജലമാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. എയ്റോപോണിക്സ് മണ്ണിന് പകരം വായുവാണ് ഉപയോഗിക്കുന്നത് കൃഷിരീതിയാണ്.